എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനൊരു റീഡിംഗ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും പല റീഡിങ്ങും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നമുക്കറിയണം, എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ വേണം. അതിനാണ് പൊതുവേ നമ്മൾ അസ്ട്രോളജി തേടി പോകുന്നതും അല്ലെങ്കിൽ ടാരോ കാർഡ്സ് ആയാലും ഇങ്ങനെയുള്ള ഓരോ പ്രതിവിധികൾ നമ്മൾ അന്വേഷിച്ച് പോകുന്നത് അതുകൊണ്ടാണ്. നമുക്കെല്ലാവർക്കും സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ അതിൻ്റെ കാരണം അറിയണം, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം വരാൻ പാടില്ലായിരുന്നു, സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ നമ്മളെപ്പോഴും പരാതി പറയാറുണ്ട്, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ സംഭവിക്കാറില്ല. സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് കർമ്മയാണ്. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന നല്ലതും മോശവും എല്ലാത്തിൻ്റെയും കാരണം കർമ്മയാണ്. എവറി ആക്ഷൻ ഹാസ് ആൻ ഓപ്പോസിറ്റ് ആൻ ഈക്വൽ ആക്ഷൻ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫിലും അത് വളരെ സത്യമാണ്. നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ചില പെയിൻസ് ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഈ ലൈഫിൽ, അതല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മ, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടാണ് നമുക്ക് ഈ ലൈഫിൽ വരുന്ന എല്ലാ ദുഃഖവും സന്തോഷവും ഒക്കെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ കറൻറ്റ് ലൈഫിൽ ഒരു ലവ് ഫെയിലിയർ ഉണ്ടായാൽ നമ്മൾ എത്ര പേർക്കാണ് ആ ഒരു പെയിൻ റിലീസ് ചെയ്ത് കളയാൻ സാധിക്കുന്നത്? നമ്മൾ ആ ഒരു പെയിനിനെ ഹോൾഡ് ചെയ്ത് വെക്കും. കുറേ പേർക്ക് ഒരു നഷ്ടപ്രണയം പോലെ ആ ഒരു പെയിൻ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി ജീവിക്കും. വേറെ വിവാഹമൊക്കെ കഴിച്ചാലും ഇപ്പോഴും ആ പഴയ ഒരു ബന്ധത്തെ ഓർത്ത്, ഞാൻ ആ വ്യക്തിയെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു എന്ന് ഓരോ നിമിഷവും നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന നിമിഷത്തെ പഴിച്ചുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു പഴയ കാലഘട്ടം ഓർത്തുകൊണ്ട് നമ്മൾ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാകാത്തൊരു കാര്യം, ഈ ഒരു പ്രക്രിയ നമ്മൾ ചെയ്യുമ്പോൾ, ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കാർമിക് സൈക്കിൾ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തോട്ട്സും ആക്ഷനും എല്ലാത്തിനും കർമ്മയുണ്ട്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ എല്ലാ പെയിൻസും നമ്മൾ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ തെറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഒരു പ്രതികാര ബുദ്ധിയോടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ പുതിയൊരു കാർമിക് സൈക്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ മനസ്സിൽ കൂടുതൽ ഭാരം കൊടുക്കരുത്. ഒരാളുടെ ഒരു പ്രതികാരം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നഷ്ടപ്രണയത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുമ്പോൾ, മറ്റൊരു വ്യക്തിയേക്കാൾ ഏറെ നിങ്ങളുടെ മനസ്സിൽ ആ വേദന നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങളോട് ചെയ്യുന്നൊരു ദ്രോഹമാണത്. അതുകൊണ്ട് ഒരിക്കലും പുതിയ കാർമിക് സൈക്കിൾ ഉണ്ടാക്കാതെ, ഇപ്പോൾ ഉള്ള കാർമിക് സൈക്കിൾ നമുക്ക് തീർന്നു കിട്ടണമെങ്കിൽ നമ്മൾ ആ പെയിൻ അനുഭവിക്കുന്നതോട് കൂടി നിങ്ങളുടെ ആ ഒരു കർമ്മ അവിടെ അവസാനിച്ച് വേറെ എന്തെങ്കിലും കാർമിക് സൈക്കിൾ ബാക്കിയുണ്ടെങ്കിൽ അതായിരിക്കും അടുത്ത ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പിന്നീടുണ്ടാകുന്ന പെയിൻ. പ്രതികാര ബുദ്ധിയോ അല്ലെങ്കിൽ നഷ്ടപ്രണയമോ ഒന്നും ഓർത്ത് വിഷമിക്കാതെ ഇപ്പോഴുള്ള ജീവിതത്തിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് എല്ലാ ദുഃഖങ്ങളും മറക്കുക, റിലീസ് ചെയ്യുക. അത് മാത്രമേ അതിന് സൊല്യൂഷനുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ചെയ്താലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എല്ലാ കാർമിക് സൈക്കിൾസിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് അതിലൂടെയും നേടിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, നമുക്ക് കിട്ടുന്ന ഒരുപാട് മെയിൽസിനകത്ത് നഷ്ടപ്രണയത്തെക്കുറിച്ചും എക്സ് പാർട്ട്ണറിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാനായിട്ട് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ ഒരിക്കലും വിഷമിക്കരുത്. അവിടെ നിങ്ങൾ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ്. ആ ഒരു വിഷമത്തെ നമ്മൾ റിലീസ് ചെയ്യുക. ജീവിതം എപ്പോഴും മനോഹരമാണ്. അതിനെ മനോഹരമാക്കുന്നത് നമ്മൾ തന്നെയാണ്. ലിവ് ഇൻ ദി പ്രസൻറ്റ്. പാസ്റ്റ് നമ്മളുടെ ഒരു ലെസൺ ആയിരുന്നു. നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പകർന്നു തന്ന ഒരു കാര്യമാണ് പാസ്റ്റ് ലൈഫ്. ഫ്യൂച്ചറിൽ നടക്കുന്നത് എന്തുമായിക്കോട്ടെ, അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റ്സ് ആണ്. കാരണം ഈ ഒരു നിമിഷം കടന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു നിമിഷം നിങ്ങളുടെ ഒരു നോസ്റ്റാലജി ആയിട്ട് മാറും.
നല്ല ഓർമ്മകൾ വേണോ മോശം ഓർമ്മകൾ വേണോ, അതോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത്രയും സമയം ഞാൻ വേസ്റ്റാക്കിയെന്ന് വിചാരിക്കണോ എന്നുള്ളത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. ലിവ് ഇൻ പ്രസൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് എപ്പോഴും സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫായാലും കരിയർ ആയാലും നിങ്ങൾക്ക് ഒരുപാട് സക്സസ് നേടിത്തരും. അതല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ കർമ്മ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് അല്ല. ആ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാം ഉത്തരവാദികൾ നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. കർമ്മ എന്ന് പറയുന്നൊരു പ്രോസസ്സ് മാത്രമാണ്. നമ്മൾ ചെയ്തതിന് നമുക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പോൾ അവിടെ ഒരു കൾപ്രിറ്റ് അല്ലെങ്കിൽ കുറ്റവാളി എന്ന് പറയുന്നത് കർമ്മയല്ല, നമ്മളാണ്. ലൈഫിൽ എന്ത് വേണമോ അത് നമ്മൾ ലൈഫിന് കൊടുക്കണം. നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളായാലും പ്രവൃത്തികളായാലും സന്തോഷം ഉളവാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ അയൽവാസികളെയും നിങ്ങളുടെ ജോലിസ്ഥലത്തുള്ളവരെയും സഹായിക്കുക. നിങ്ങൾക്ക് സഹായം തിരിച്ചു കിട്ടും. സന്തോഷം വേണമെങ്കിൽ സന്തോഷം നിങ്ങൾ സ്പ്രെഡ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് സന്തോഷം തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് എന്ത് വേണമോ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലൈഫ് കിട്ടും. ഒരു നല്ല പാർട്ട്ണറിനെ വേണമെങ്കിൽ നിങ്ങൾ സ്വയം നല്ലൊരു പാർട്ട്ണറാകുക. നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറിനെയും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് അല്ല, ഒരു മെസ്സേജാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു ടാരോ കാർഡ് റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.